എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ, ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോവേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ മാർക്ക് ഷീറ്റ് മതിയാവും. അതായത് SSLC റിസൾട്ട് നോക്കിയപ്പോൾ കിട്ടിയ പ്രിൻ്റ് ഔട്ട് മതിയാവും, അതിൻ്റെ ഒരു കോപ്പി മതി. അതുപോലെ SSLC റിസൾട്ട് കിട്ടിയിട്ട് സ്കൂളിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ TC നിർബന്ധമാണ്. അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ EWS റിസർവേഷൻ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ സ്കോളർഷിപ്പൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് ഈ ഒരു കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകും. അതുപോലെ തന്നെ വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നേവി, ആർമി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾ അല്ലെങ്കിൽ ആശ്രിതരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ബോണസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസോ അല്ലെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസോ, അതായത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസോ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സിൻ്റെയും ആ ഒരു ഡീറ്റെയിൽസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അത് ചിലപ്പോൾ മാത്രമേ വേണ്ടി വരൂ, അത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല, എന്നാൽ നിങ്ങൾക്ക് 1-2 ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ ഫീസൊന്നും കൊടുക്കേണ്ടതല്ല, ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂൾ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ ആ ഒരു സ്കൂളിൽ നിന്ന് തിരിച്ചു തരുമോ എന്നുള്ളത്, അത് തിരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ സ്കൂളിൽ നിന്ന് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററുമായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമായിരുന്നു, വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് 2 പേജുകളായിട്ട് എടുക്കണോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൻ്റെ 2 വശത്തായിട്ട് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ 2 A4 ഷീറ്റിൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ഫസ്റ്റ് പേജാണ് സാധാരണ അതിൽ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക, രണ്ടാമത്തെ പേജ് നിങ്ങൾക്ക് തരികയാണ്. അതായത് അത് ചില സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 പേജും 2 A4 ഷീറ്റിൽ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇത് വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്യണോ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് പോകണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒന്നുകിൽ വീട്ടിൽ നിന്ന് പ്രിൻ്റ് എടുക്കാമെന്നല്ല, വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് ഫില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ PDF അതായത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ സ്കൂളിലും ചിലപ്പോൾ പ്രിൻ്റർ ഉണ്ടായിരിക്കും, എന്നാൽ ചിലപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്ന പ്രിൻ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് ലഭിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത ശേഷം മാത്രം നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിനോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ എടുക്കേണ്ടതാണ് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 2025 തന്നെ ഇവിടെ 2019 നിങ്ങൾ കാണാം, എന്നാൽ 2025 എന്നാണ് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ 2024 എന്നാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് 2019 ഇവിടെ 2018 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഇവിടെ 2024 എന്നാണ് ഉണ്ടാവുക. അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എവിടെയാണ് കിട്ടുക എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നത് നിങ്ങൾക്കിപ്പോൾ HS ക്യാപ്പാണോ അല്ലെങ്കിൽ VHS ക്യാപ്പാണോ ഏതിൻ്റേതാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് അത് നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം, അതായത് HS ക്യാപ്പ് വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നാണ് ഉണ്ടാവുക. അതേസമയം VHS ക്യാപ്പ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നാണ് ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. VHS ക്യാപ്പിലാണെങ്കിൽ അത് മൊബൈൽ നമ്പറാണ് യൂസർ നെയിം ഉണ്ടാവുക. അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാവും അത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റും മറ്റൊരു പേജിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുക. അപ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അക്ഷയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഇതിൻ്റെ പ്രിൻറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുക, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 2025 എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ 2024 എന്നാണ് ഉണ്ടാവുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകുന്നുണ്ടോ. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. SSLC സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നോ എന്നേ ടിക്ക് ചെയ്യാവൂ. അതുപോലെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു, അതായത് എഴുതുക. അതായത് ഇത് പ്രിൻ്റ് എടുത്ത ശേഷമാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം TC ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും TCയും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അതുപോലെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ മാത്രമേ നോ ടിക്ക് ചെയ്യാവൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ TC ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് രണ്ടാമത്തെ ചോദ്യമാണ്. അവിടെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിർബന്ധമായതുകൊണ്ട് തന്നെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് TCയും നിങ്ങളുടെ ആ ഒരു TCയുടെ മേലിൽ, അതായത് TCയിൽ കൃത്യമായിട്ട് TC കിട്ടിയ നമ്പർ, TC ഇഷ്യൂ ചെയ്ത നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ TCയുടെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഒരു TCയുടെ നമ്പറും TCയുടെ ഡേറ്റും കൃത്യമായിട്ട് എഴുതുക. അടുത്തതായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ആസ് ഇൻ അനക്സ്റ്റർ 11 ഓൺലി ഫോർ CBSE ബോർഡ് പാസ്ഡ് ബിഫോർ 2024 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 2024 CBSE പരീക്ഷ പാസ്സായവർ ആണെങ്കിൽ യെസ് എന്നും, നിങ്ങൾ 2024 ശേഷമാണ് പാസ്സായതെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ വെദർ അറ്റാച്ച്ഡ് ആധാർ, നിങ്ങൾ ആധാർ കാർഡ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ടോ, അതായത് ആധാർ കാർഡ് നിങ്ങൾ അപേക്ഷയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക. ഇത് പ്രിൻ്റ് എടുത്ത ശേഷമാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക. ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലബ് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ വല്ല കലോത്സവങ്ങളിലോ അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്സിലോ മറ്റോ പങ്കെടുത്തിട്ടുള്ളതിൻ്റെ അതിൽ പങ്കെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു അതുപോലെ NMMS അതുപോലെ തന്നെ LSS USS അതുപോലെ NTSC ഇതുപോലെ വിവിധ പരീക്ഷകളിൽ നിങ്ങൾ പങ്കെടുത്ത് അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ ഈ ഒരു ടൈ ബ്രേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആറാമത്തെ ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ഈ ഒരു ബോണസ് പോയിൻ്റോ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളോ ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് ഇവിടെയൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ടുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ 2 പേജ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടാകും. അധിക സ്കൂളുകളിൽ മലയാളം ഹിന്ദി ഉണ്ടാവും, ചില സ്കൂളുകളിൽ മലയാളം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സ്കൂളിൽ മലയാളം ഹിന്ദി സ്പാനിഷ് ജർമ്മനി ഇതുപോലുള്ള ഭാഷകളൊക്കെ സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ഏതൊക്കെയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സെക്കൻഡ് ലാംഗ്വേജ് അത് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം അടുത്തതായിട്ടുള്ളത് ഇവിടെ ഫീസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ PTA ഫണ്ട് 100 രൂപ അതുപോലെ PTA ഡൊണേഷൻ 400 രൂപ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ
നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന ആണെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു PTA മെമ്പർഷിപ്പ് ഫീസും ഡൊണേഷൻ ഫീസും ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് നിർബന്ധമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, അതായത് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഏത് മാസമാണ് ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ 2025 പാസ്സായതെങ്കിൽ മെയ് 2025 ആയിരിക്കും. അല്ലെങ്കിൽ മുമ്പാണ്, അതായത് 2025 മുമ്പ് 2024 SSLC പാസ്സായതാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ, അത് മന്തും ഇയറും കൃത്യമായിട്ട് എഴുതുക. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി എന്താണ്, അതായത് നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷയിൽ നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റിൻ്റെ കാറ്റഗറി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ രണ്ടാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടിയത്, ഏത് കോഴ്സിൻ്റെ, അതായത് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ അലോട്ടഡ് കാറ്റഗറി ഏതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രാമതായിരുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള അലോട്ടഡ് കാറ്റഗറിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ജനറൽ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ആണോ കൊടുത്തിട്ടുള്ളത്, അതനുസരിച്ച് നിങ്ങൾ ഇവിടെ എഴുതുക. സാധാരണ അധിക വിദ്യാർത്ഥികൾക്കും ജനറൽ ആവാനാണ് സാധ്യതയുള്ളത്. ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ കാറ്റഗറി വിഭാഗത്തിലായിരിക്കും ഈ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ഏതാണ് അലോട്ടഡ് കാറ്റഗറി അതനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതുക. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 2 പേജും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതാണെങ്കിൽ മാത്രമേ ഫീസ് അടക്കേണ്ടതുള്ളൂ, അതുപോലെ യൂണിഫോം വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ സ്കൂൾ മാറ്റത്തിനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ ആണ് നേടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസൊന്നും അടക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.